ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വോൾഫ് ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ബ്ലോക്സ് ഫ്രൂട്ട്സ് ആണ്. റോബ്ലോക്സിൽ ബ്ലോക്സ് ഫ്രൂട്ട്സ് ആണ് ഗൈസ്. അപ്പം അതിൻ്റെ ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ഞാൻ കുറച്ച് ഓഫ്ലൈനിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 20 ലെവലിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. ഞാൻ കുറച്ച് ഓഫ്ലൈനിൽ ഗ്രൈൻഡ് ചെയ്ത് 57 ലെവലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കാശനിലുള്ള ഫ്രണ്ട് എന്നിട്ട് തന്നെ റിയൽ ലൈഫ് ഫ്രണ്ട് അല്ല, ഗെയിമിൽ നിന്ന് തന്നെ കിട്ടിയൊരു ഫ്രണ്ട് വന്നിട്ട് ഞാനിവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പം വന്നായിരുന്നു ഗൈസ്. എന്നിട്ട് എനിക്ക് ഒരു ഫ്രൂട്ട് എനിക്ക് വേണ്ടി റോൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ആള് പോയി റോൾ ചെയ്തു. ആൾക്ക് ലൈറ്റ് കിട്ടി. ആളെനിക്കത് തന്നു. പിന്നെ എനിക്കിപ്പോൾ ലൈറ്റ് ഫ്രൂട്ടാണ് ഗൈസ് കയ്യിലിരിക്കുന്നത്. അതിന് മുന്നേ ഞാനൊരു സ്പൈക്കും മേടിച്ചായിരുന്നു. പക്ഷെ ഇത് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ഇതങ്ങ് എടുത്തു. ഓക്കെ, നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഞാൻ അധികം ടൈം കളയുന്നില്ല. ഞാൻ ഇതിന് മുന്നേ ഒന്ന് റെക്കോർഡ് ചെയ്തതാണ് ഗൈസ്, പക്ഷെ പാട്ട് ചതിച്ചു. അതുകൊണ്ട് തന്നെ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അയ്യോ, ഓ അവൻ എന്നെ ഒറ്റയടി കൊന്നു ഗൈസ്. ഇതൊരു കഷ്ടമായത്. അതുപോലെ തന്നെ എനിക്ക് 2 XP ഉണ്ട് ഗൈസ്, കാരണം ഞാൻ കോഡ് അടിച്ചിട്ട് എടുത്തായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഡ് വേണമെന്നുണ്ടെങ്കിൽ അത് ഗൂഗിളിലൊക്കെ ഉണ്ട്, ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. അയ്യോ, അവന്റെ അടി ഭയങ്കരമായിട്ട് കൊള്ളുന്നു ഗൈസ്. കണ്ടോ? അയ്യോ, എന്റെ ഹെൽത്തിന് 23 ഉള്ളു. ഒരെണ്ണോടെ അവന്റെ അടി കൊണ്ട ഞാൻ ചത്ത്. അയ്യോ, അതിന്റെ ഇടയ്ക്ക് എനിക്ക് നെറ്റ് പ്രോബ്ലം കൂടി ഉണ്ട് ഗൈസ്. ആകെ പ്രശ്നമാണ്. അയ്യോ, അവന് എവിടെയായിരുന്നു? ഓ യെസ്, ഞാൻ ചെത്തിട്ടുണ്ട്. സമാധാനമായി. ഭയങ്കര പാടാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഈ ഷെഫാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാടുള്ള ബോസ്. എനിക്ക് പേഴ്സണലി, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നെറ്റ് പ്രോബ്ലം ആണ് ഗൈസ്. നെറ്റ് നല്ല പ്രശ്നമുണ്ട്, അതാണ് ഇങ്ങനെ നിൽക്കണേ, കുറച്ച് സ്റ്റക്ക് ആവുന്നത്. എൻ്റെ ഒറ്റ അടിയുള്ളൂ ഗൈസ്. ഞാൻ ഓക്കെ ഗൈസ്, നോക്കിയിട്ട് പറഞ്ഞോട്ട് ഇടാം. അവനെന്ത് പോയോ? അയ്യോ, പോയില്ല. നല്ല പാടാണ് ഗൈസ് അതിനെ കൊല്ലാൻ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒറ്റ എബിലിറ്റി ഉള്ളു, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. കുറച്ച് മാസ്റ്ററി ആക്കണമായിരുന്നു, എന്നിട്ട് വേണമായിരുന്നു ഈ ബോസ് ഫൈറ്റ് വന്നെടുക്കാൻ. കൊന്ന ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അതാണേല് ചത്തിയത്താണെങ്കിൽ നമുക്ക് അവനെ എങ്ങനെയെങ്കിലും കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അടിക്കണ അടിയൊന്നും കൊള്ളുന്നില്ല ഗൈസ്. ഞാൻ പിന്നെ ഭയങ്കര ഒരു പ്രോ പ്ലെയർ ആയോണ്ടേ ഒറ്റ അടി പോലും കൊള്ളുന്നില്ല. നിന്റെ കാര്യം ഞാൻ തീരുമാനമാക്കൂടാ. ഓക്കെ, അതുപോലെ എനിക്ക് നിങ്ങൾ കുറച്ച് ടിപ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണം. നെക്സ്റ്റ് ഐലൻഡിലോട്ട് പോകാൻ പറ്റും. ഞാൻ ഈ ഗെയിമിൽ അത്ര കിടക്കാച്ചൊന്നല്ല, അതുകൊണ്ട് കുറച്ച് ടിപ്സ് ഒക്കെ ഒന്ന് പറഞ്ഞെങ്കിൽ. ഇപ്പം ഡെസേർട്ടിലോട്ട് പോകാൻ പറ്റും. അതെന്ത് പുറകിലാണ് ഗൈസ്. ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ ഗൈസ്? നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോവാം. ഓ, എന്തിനാണ് ഗൈസ്? ഫ്ലൈറ്റ് ഇല്ലേ, ലൈറ്റ് അല്ലേ? ഇങ്ങനെ അങ്ങ് പോവാം ഗൈസ്. ഞാനിപ്പോൾ പാട്ട് കംപ്ലീറ്റ് ഓഫ് ആക്കി ഇട്ടിരിക്കുകയാണ്. ഒട്ടും സൗണ്ട് ഇല്ല, കാരണം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ഇഷ്യൂ വരും. എന്നെ കൊണ്ട് വയ്യ രണ്ടാമത്തെ തവണ റെക്കോർഡ് ചെയ്യാൻ. ഇത് രണ്ടാമത്തേതാണോ? ഇനി ഒരു തവണ കൂടെ റെക്കോർഡ് ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ മടുത്തു. ഓക്കെ, എൻ്റെ പേര് വോൾഫ് ഗെയിമിംഗ് എന്നാണ്. ഇതാണ് എൻ്റെ യൂസർ നെയിമോ അത് തന്നെയാണ്, ഞാൻ മാറ്റിയിട്ടില്ല. അത് കൺട്രോൾ ആണ്. കൺട്രോൾ റീവർക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു കാണും. പിന്നെ ഏതെങ്കിലും തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്നെ നോക്കി കളിക്കാം. 2 XP ഇനി 1.5 മണിക്കൂറും കൂടി ഉണ്ട് ഗൈസ്. നല്ല ടൈം എടുക്കുന്ന ഗൈസ് കൊല്ലാൻ.
26 മാസ്റ്ററി. നമുക്ക് 40 മാസ്റ്ററി എങ്ങനെയെങ്കിലും എത്തിക്കണം. എന്നാലാണ് കുറച്ചെങ്കിലും ഫാസ്റ്റ് ആവുള്ളൂ. അതായത് അപ്പൊ 2 എബിലിറ്റീസ് നമുക്ക് അറ്റാക്ക് എബിലിറ്റീസ് കാണുമല്ലോ. ഇപ്പോൾ ഉള്ള ഒരെണ്ണം ഫ്ലൈറ്റ് ആയതുകൊണ്ട് അതിന് അറ്റാക്കിങ് ഒന്നും ഇല്ലല്ലോ. ഇവൻ ഇപ്പൊ ഇവിടുന്ന് പൊട്ടി കാണിച്ചോ. 8 എണ്ണത്തിനെ ഡിഫീറ്റ് ചെയ്യണം. ആ ഇത് നോക്കിയപ്പോ ഒരെണ്ണത്തിന് കാണാല്ലേ സാറിന് മാറി നിൽക്കുമായിരുന്നു. ഞാനിപ്പൊ ചാവും തോന്നുന്നു. അവൻ ലാസ്റ്റ് വന്നവനാണ്, അതുകൊണ്ടാണ് അവന്റെ ഹെൽത്ത് മാത്രം ഇനിയും ബാക്കി. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എൽഫ് ടാഗ് ഉള്ള ആൾക്കാർ കാണും. അവരെ കൊല്ലുമ്പോൾ നമുക്ക് ക്യാൻഡി കിട്ടും ഗൈസ്. ക്യാൻഡി കിട്ടുവാണെങ്കിൽ എൻ്റെ ഇപ്പോൾ 36 ക്യാൻഡി ഉണ്ട്. ഞാൻ കുറച്ച് ലെവലപ്പ് ചെയ്തപ്പോഴൊക്കെ ആണെങ്കിൽ കുറെ കിട്ടിയായിരുന്നു. ഇത് കണ്ടോ എൽഫ്, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ എൽഫ്? ഓ ഇല്ല ഗൈസ്, ഞാൻ ഇമ്മ്യൂൺ ആണ്, അതുകൊണ്ട് ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. എൽഫ് ഒന്നും ടാഗണ്ട. അവനെ കൊന്നു കഴിയുമ്പോൾ എനിക്ക് ക്യാൻഡി കിട്ടും, 2 ക്യാൻഡി ഒക്കെ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന്, നിങ്ങൾക്ക് അതുപോലെ ക്യാൻഡി കിട്ടുവാണെങ്കിൽ നമുക്ക് റോളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന് എന്താണേലും അതൊന്നും ചെയ്യാം ഗൈസ്. നമുക്കൊന്ന് റോൾ ചെയ്യാം ഇന്ന്. എന്നിട്ട് നമ്മുടെ ലക്കൊന്ന് നോക്കാം. ഇപ്പം മറ്റേ എന്തോ എന്തോ പറയാ, വിന്റർ സാൻഡയോ അല്ല, എന്തോ ക്രിസ്മസ് കാച്ചയോ വിന്റർ കാച്ചയോ അങ്ങനെ എന്തോ പറയായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. ഓക്കെ, ഇത് കണ്ട് ക്യാൻഡി എൽഫിനെ കൊന്നപ്പോഴും കിട്ടിയതാണ്. എൽഫിനെ കൊന്നപ്പോഴല്ല, എൽഫ് എന്ന് പേരുള്ള ആളെ കൊന്നപ്പോ. ഓക്കെ, നോക്കിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പോയിട്ട് ഒന്ന് മറ്റേ ഇത് ചെയ്ത് നോക്കാം. പേരെന്നാ, റോൾ ചെയ്യാം ഗൈസ്. നല്ല ഫ്രൂട്ട് എല്ലാം കിട്ടുമെന്നൊക്കെ നോക്കാം. നമ്മുടെ ലക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പക്ഷെ ഇപ്പൊ എന്ത് നല്ല ഫ്രൂട്ട് കിട്ടിയാലും ഞാൻ സ്റ്റോറിയാണ്, നമുക്ക് സെക്കൻഡ് സീൽ പോയിട്ട് അതൊക്കെ ഉപയോഗിക്കാം. ഇവിടെ ഇങ്ങനെ ലൈറ്റ് തന്നെയാണ് ഗൈസ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം ഇപ്പം നിങ്ങൾ അപ്പർ സ്കൈ ലാൻഡിലോട്ട് തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മണ്ടയിലോട്ട് പോകണമെങ്കിൽ ലൈറ്റ് തന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ പറക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഫ്രൂട്ട് വേണം. അത് അങ്ങനെ ഫ്രൂട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പിന്നെ പറ്റത്തില്ല, നല്ല പാടായിരിക്കും. ഫൗണ്ട് ഇതാണ് ലാസ്റ്റ് ഐലൻഡ്, അത് സ്കൈലാൻഡ്. അതിന്റെ മണ്ടയിലായിട്ട് അപ്പർ സ്കൈലാൻഡ് ആണ്, പക്ഷെ അത് ഇപ്പൊ കാണത്തില്ല. ഓ ഇനിയും നാലെണ്ണത്തിനെ കൊല്ലണം. ഞാനിപ്പോ പോയേനെ റോൾ ചെയ്യാൻ, പക്ഷെ നാലെണ്ണത്തിനെ ഇനിയും കൊല്ലണം. ഇതിൻ്റെ അകത്ത് എൽഫ് എന്ന് പറഞ്ഞ ആരുമില്ല, എൽഫ് എന്നുള്ള ടാഗുള്ള ആരുമില്ല. അമ്മമാരെ കൊല്ലുകയാണെങ്കിൽ നമുക്ക് ക്യാൻഡി കിട്ടും. 100 ക്യാൻഡി വേണം കൈസ് ഒരു റോൾ ചെയ്യണമെങ്കിൽ. എനിക്ക് തോന്നുന്നു അതിന് കൂൾ ഡൗൺ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ ഏതാണെങ്കിലും ഞാൻ റോൾ ചെയ്തിട്ടില്ല. ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ ഗൈസ്. അയ്യോ, ആളെ കാണാനില്ല. അപ്പൊ ഇനി കുറെ നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, അവൻ എൽഫാണ്. വേറെ ഒരു എൽഫില്ലല്ലോ. അതെ, നമുക്ക് ഒരാളുടെ ആവശ്യമുള്ളൂ, പക്ഷേ അവൻ എൽഫായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങ് കൊന്നേക്കാം. ക്യാൻഡി കിട്ടൂലോ. 31 മാസ്റ്റർ ആയിട്ടുണ്ട്, 32 ഇപ്പൊ 68 ലെവലായി ഗൈസ്. ഈ 2 XP കോഡ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, നിങ്ങളത് ഉപയോഗിക്കുക. അത് ഈ ഒരു വർഷം തീരുമ്പോഴത്തേക്ക് എക്സ്പയർ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെ അറിയില്ല. നിങ്ങൾ നോക്കി എന്താണേലും എത്രയും പെട്ടെന്ന് അടിക്കുക. ഇന്നിപ്പോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഡേറ്റ് ഞാൻ മറന്നുപോയി, ഡേറ്റ് 28 തോന്നുന്നു, ഞായറാഴ്ചയാണ് ഗൈസ്. നമ്മളങ്ങനെ ഡേറ്റ് ഒന്നും നോക്കാണ്ടാത്തോണ്ടേ ഞാനതൊന്നും നോക്കിയിട്ടില്ല. അയ്യോ, കൈവിട്ടു പോയി ഗൈസ്, അറിയണ്ട. ഇവിടെ വല്ലതും ഉണ്ടോ നോക്കട്ടെ, പ്രസന്റ് വല്ലതും വരുമോ എന്നൊക്കെ നോക്കാം. അതാണ് ഗൈസ് പുതിയ ക്യാൻഡി ഐലൻഡ്. എൻ്റെ സൗണ്ട് കുറച്ച് സ്ലോ ആയിരിക്കും ഗൈസ്, അതായത് ആദ്യം ആക്ഷൻ അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും സൗണ്ട് വരുന്നത്.
സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ക്ഷമിക്കണം, നമുക്ക് എല്ലാ സെറ്റൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് അതിൻ്റെ ഉള്ളൊരു പ്രതിവിധി എനിക്കറിയത്തില്ല, നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം. വിൻ്റർ കാച്ച ഗൈസ്, വിൻ്റർ കാച്ച എന്നാണ്. അത് ചെയ്യണമെങ്കിൽ ഞാൻ ആ കാര്യം മറന്നുപോയി. നമുക്കെന്നാ ഗൈസ് ഒരു കാര്യം റോൾ ചെയ്യാം, പൈസ കൊടുത്ത് റോൾ ചെയ്യാം. 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് പ്രസന്റ് കിട്ടും. 35,000 നല്ല ഫ്രൂട്ട് എന്തല്ലോ. ഗൈസ് ഫീനിക്സിന്റെ അടുത്ത്. ആക്ച്വലി ഇത് പൊട്ട ഫ്രൂട്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ലതായിരുന്നു. അതായത് സ്റ്റോറി ട്രേഡിങ്, അതായത് സെക്കൻഡ്സി കയറുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ നല്ലതായിരുന്നു. മണ്ടത്തരായി. ഓക്കെ അല്ല, അത് എന്റെ മണ്ടത്തരല്ലല്ലോ, ഞാനല്ല അത് കളഞ്ഞ. കേസ് പറഞ്ഞപ്പോ തെറ്റിപ്പോയി, ഫ്ലോയിൽ അങ്ങ് വന്നതാണ്. ഡെസേർട്ട് അവിടെ, നമുക്ക് ഡെസേർട്ടിലോട്ട് പോവാം. ഞാൻ എന്താണെങ്കിലും കുറച്ചു നേരം ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് സ്പോൺ ആവാറാകുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്തോട്ട് പോകാം. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ അടുത്ത നമുക്ക് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. ഐ മീൻ ഞാനിത് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ആണേലും ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാനാണേലും കുറച്ച് ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഗിഫ്റ്റ് സ്പോൺ ആയിരുന്നു ഗൈസ്. ഞാൻ ആ ഗിഫ്റ്റ് എടുത്തു, ബട്ട് അപ്പം തന്നെ ഞാൻ അപ്പം തന്നെ സ്റ്റോർ ചെയ്തു ഗൈസ്. കാരണം എനിക്ക് എന്നെ കുറച്ച് നെറ്റ് പ്രോബ്ലം വന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്റ്റോർ ചെയ്തു. കറക്റ്റ് എന്നെ നെറ്റ് പോവുകയും ചെയ്തു, ഞാൻ റീകണക്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായി ഞാൻ സ്റ്റോർ ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോമൺ ആണ് ഗൈസ്. അയ്യോ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഗൈസ് ഓപ്പൺ ചെയ്യാം. ലൈറ്റോ, എനിക്കത് ഓൾറെഡി കിട്ടിയതാ. എന്താണ് നമുക്ക് സ്റ്റോറി വെച്ചേക്കാം, നമുക്കൊരു സ്പെയറും കൂടെ ഉണ്ടല്ലോ. ഇത് ലൈറ്റ്, ഇതുണ്ടോ? ഇതിന് എൻ്റെ കയ്യിൽ നൈസ്. ഇത് ലൈറ്റ് ഞാൻ കുറെ നേരമല്ലാണ്ട് എന്നിട്ട് അടിച്ചോണ്ടോ. ഓക്കെ എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ 46 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 3 സബ്സ്ക്രൈബും കൂടി മതി 50 അടിക്കാം. മിക്കവാറും ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ആവും, എനിക്കറിയത്തില്ല. ഗൈസ് എന്താണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ ഇനിയും ഈ ഒരു സപ്പോർട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്നാണെങ്കിലും ഇത് നിർത്തുവാണ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എല്ലാം നിങ്ങളങ്ങ് പൊളിച്ചടിക്കുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ.